ഇറാനിയൻ സിനിമകൾ കാണാത്ത മലയാളി സിനിമാ പ്രേമികൾ വളരെ കുറവായിരിക്കും. ഇറ്റലി, ഫ്രാൻസ്, ഡെൻമാർക്ക്, ജപ്പാൻ തുടങ്ങി മികച്ച സിനിമകൾ ഇറങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാനിനും ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. അബ്ബാസ് കറൈസ്തമി, മജീദ് മജീദി, മോഹ്സൻ മക്മുൽബഫ്, അസ്കർ ഫർഹാദി, സമീറ മക്മുൽബഫ്, ജാഫർ പനാഹി തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരാൽ സമ്പന്നമാണ് ഇറാനിയൻ സിനിമാ ലോകം. ഇറാനിയൻ സിനിമയെ ഓസ്കറിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ അസ്കർ ഫർഹാദിയെയും അദ്ദേഹത്തിൻ്റെ സിനിമകളെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ദ ബ്യൂട്ടിഫുൾ സിറ്റി, ഡാൻസ് ഇൻ ദി ഡസ്റ്റ്, ലോ ഹൈറ്റ്സ് തുടങ്ങി 2000-ൻ്റെ തുടക്കത്തിൽ നിരവധി സിനിമകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഫർഹാദി 2009-ൽ ഇറങ്ങിയ എബൌട്ട് എല്ലിയിലൂടെയാണ് ലോക പ്രശസ്തനാവുന്നത്. ഒരു കഥ തുടങ്ങി അവസാനിക്കുന്ന രീതിയിലല്ല ഫർഹാദി തൻ്റെ ചിത്രങ്ങൾ ഒരുക്കാറുള്ളത്. ഒരു കഥയുടെ മധ്യത്തിലേക്ക് പ്രേക്ഷകരെ കൊണ്ടിരുത്തുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിക്കുക. പിന്നീട് കഥാപാത്രങ്ങളുടെ ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സംഭാഷണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കൊണ്ടോ പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് കാണാനാകുക. യഥാർത്ഥ സിനിമയുടെ ലാവണ്യശാസ്ത്രമാണ് ഫർഹാദി പിന്തുടരാറുള്ളത്. പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുന്നതിന് ഒരു പൊടിക്കൈകളും അദ്ദേഹം സ്വീകരിക്കാറില്ല. നല്ലത്, ചീത്ത, നായകൻ, പ്രതിനായകൻ, ശരി, തെറ്റി തുടങ്ങിയ രണ്ടറ്റങ്ങൾ ഫർഹാദിയുടെ സിനിമകളിൽ നമുക്ക് കാണാനാകില്ല. പകരം ഇങ്ങനെയുള്ള രണ്ടറ്റങ്ങൾക്കിടയിൽ എവിടെയോ ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഫർഹാദി തൻ്റെ സിനിമകളിലൂടെ വരച്ചിടുക. ഒരു മനുഷ്യനും പൂർണ്ണമായി ശരിയോ തെറ്റോ അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ അല്ലെന്നുള്ള പരമമായ സത്യമാണ് അസ്കർ ഫർഹാദി തൻ്റെ സിനിമകളിലൂടെ പറയാൻ ശ്രമിക്കാറുള്ളത്. എ സപ്പറേഷൻ എന്ന അസ്കർ ഫർഹാദി ചിത്രമാണ് ആദ്യ അക്കാദമി അവാർഡ് ഇറാനിലേക്ക് കൊണ്ടുവന്നത്. എബൌട്ട് എല്ലിക്ക് ശേഷം ഫർഹാദി സംവിധാനം ചെയ്ത ചിത്രമാണ് എ സപ്പറേഷൻ. അതായത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന 5ാമത്തെ സിനിമ. 5ാം സിനിമ തന്നെ ഓസ്കർ നേടിയെന്ന് പറയുമ്പോൾ അസ്കർ ഫർഹാദി എന്ന സിനിമാ സംവിധായകൻ്റെ പ്രതിഭയാണ് അത് വിളിച്ചോതുന്നത്. ബന്ധങ്ങളുടെ സങ്കീർണതയാണ് എ സപ്പറേഷൻ എന്ന സിനിമ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഒരാളുടെയും പക്ഷം പിടിക്കാതെ ഒരു ജീവിതം നമുക്ക് മുന്നിൽ കാണിക്കുക മാത്രമാണ് സിനിമ ചെയ്യുന്നത്. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുൻഗണനകൾ തന്നെയാണ് വലുത്. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടത് ആരെയും വേദനിപ്പിക്കാതെയാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവർ വിവാഹമോചനം എന്ന സാധ്യതയിലേക്ക് എത്തുന്നത്. എന്താണ് എ സെപ്പറേഷൻ എന്ന സിനിമയുടെ കാതലായ പ്രമേയം എന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾ എന്ന് തന്നെയാണ് ഉത്തരം. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ എബൌട്ട് എല്ലിയും ബന്ധങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇറാൻ പശ്ചാത്തലമായാണ് ഫർഹാദി കഥ പറയാറുള്ളതെങ്കിലും ആ കഥക്കും കഥാപാത്രങ്ങൾക്കും സാർവലൗകികമായ അർത്ഥതലങ്ങൾ ഉണ്ടാകും. നാടകത്തിലൂടെയും TV-യിലൂടെയും എല്ലാം കഴിവ് തെളിയിച്ച അസ്കർ ഫർഹാദി ഡാൻസിംഗ് ഇൻ ദ ഡസ്റ്റിലൂടെ 2003-ലാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് ലോക സിനിമാ പ്രേമികളുടെ ഇഷ്ട സിനിമാ പട്ടികയിൽ ഇടം പിടിച്ച എബൌട്ട് എല്ലിയും എ സപ്പറേഷനും സെയിൽസ്മാനും എ ഹീറോയും ഉൾപ്പെടെ 9 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. മികച്ച വിദേശ സിനിമകൾക്കുള്ള 2 അക്കാദമി അവാർഡുകൾ, ഇന്ത്യൻ ചലച്ചിത്രോത്സവ ബഹുമതിയായ ഗോൾഡൻ പീകോക്ക് അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഫർഹാദിയെ തേടിയെത്തി. കൂടാതെ 2012-ൽ ലോകത്തെ സ്വാധീനിച്ച 100 പേരിൽ ഒരാളായി ടൈം മാഗസിൻ പട്ടികയിലും ഫർഹാദി ഇടം നേടി. സിനിമയ്ക്ക് പുറത്തുള്ള തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും ഫർഹാദി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ഓസ്കാർ ചടങ്ങിൽ നിന്ന് ഫർഹാദി വിട്ടുനിന്നത് സിനിമയ്ക്ക് പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഇറാനിയൻ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയ സംവിധായകൻ ജാഫർ പനാഹിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായിരുന്നു. സിനിമയ്ക്ക് അകത്തും പുറത്തും താനായി ജീവിക്കുന്ന വ്യക്തിയാണ് അസ്കർ ഫർഹാദി. പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സിനിമകളിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും ഫർഹാദി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല.